ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഞ്ജൂസ് വേൾഡ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഇന്ന് നമ്മൾ സേമിയ ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് സേമിയോ അതൊരല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ അധികം ഇതങ്ങനെ വെന്ത് പോകരുത്, അതുകൊണ്ടാണ് നമ്മളിത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് തന്നെ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതൊന്ന് സോഫ്റ്റായി വരണം, അത്രേ വേണ്ടൂ. അത് അധികം ആയാൽ പിന്നെ നമ്മുടെ ഈ സ്നാക്സ് തീരെ രസമില്ലാതെ ആയിപ്പോവും. അതുകൊണ്ടാണ് അത്യാവശ്യം നമ്മളതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ തൊടുന്ന സമയത്ത് അതൊരല്പമായിട്ട് അതിങ്ങനെ സോഫ്റ്റായിട്ട് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ ആ ഒരു പാകത്തിൽ വേണം എടുക്കാൻ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിനെ വെള്ളമൊന്നും ഇല്ലാതെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്താലും മതിയാകും. അപ്പോൾ തീരെ വെള്ളമില്ലാതെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഇതിലേക്ക് പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, നമ്മളിത് കട്ടിയാക്കുന്നതിന് വേണ്ടിയിട്ട്. അതല്ല ഒരല്പം വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് പുട്ടുപൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടി ഏതെങ്കിലും ഒരു പൊടി ഒരല്പം ചേർത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. അത് ഞാൻ ദാ ഇവിടെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി നമുക്കിതിലേക്ക് മറ്റെന്തൊക്കെയാണ് ചേരുവകൾ വേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഈ സേമിയയിൽ നേരത്തെ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചല്ലോ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് വേണ്ടുന്ന പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യാവുന്നതാണ്. എരിവിന് ആവശ്യമായിട്ടുള്ള അളവിൽ പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഒരല്പം മല്ലിയിലയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെന്നാണെങ്കിൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഒരു പകുതി ഉള്ളിയാണ് ചെറുതായിട്ട് മുറിച്ചത് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതൊന്ന് ചതച്ചത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഗരം മസാല ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആവും കേട്ടോ. പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 സ്പൂൺ അളവിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് മറ്റ് വെള്ളമൊന്നും ഇനി ചേർക്കേണ്ടതില്ല കേട്ടോ. ഈ മുട്ടയുടെ ഒരു വെള്ളത്തിൽ തന്നെ വേണം നമുക്കിത് ചെയ്യാൻ. ഇനി ഒരല്പം വെള്ളമായി പോയിട്ടുണ്ടെന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് പൊടികൾ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഏകദേശം കൂട്ട് പാകമായിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി ഒരു കട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരല്പം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കടലപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് മൈദപ്പൊടിയോ ആട്ടപ്പൊടിയോ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ ചേർക്കാട്ടോ. ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇട്ടാലും നല്ല ടേസ്റ്റാണ്, കൂടുതൽ ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടിൻ്റെ ഒരു പാകം അനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് പൊടി ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ പൊടിയുടെ അളവ് പറയുന്നില്ല. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്കൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ചെയ്യാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഒരല്പമായിട്ട് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇരുഭാഗവും നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ സ്നാക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.